ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കടലപ്പരിപ്പ് കുതിർത്ത് അരച്ചൊരു കറിയാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. കടലപ്പരിപ്പിൽ പെരിഞ്ചീരകം ഉപ്പും കൂടി ചേർത്ത് ചെറിയ ഉരുണ്ടാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി വേണ്ടത് ഒരു ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകവും കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ആവിയിൽ വെന്തതൊന്ന് നോക്കാം. ആവിയിൽ ഇപ്പം നന്നായി വെന്തുണ്ട് കേട്ടോ. ഇത് മാറ്റി വയ്ക്കാം. ഈ സവോളയൊക്കെ അരിഞ്ഞത് ചെറുതായി അരിയുക, ചെറുതായി നുറുക്കി എടുക്കാം. തക്കാളിയും സവോളയും കൂടിയിട്ട്. ഇനി ഈ വെന്ത കടലപ്പരിപ്പ് ഉരുണ്ടയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചെറിയ ചെറിയ ഉരുണ്ടകളൊക്കെ നമുക്ക് വേർപ്പെടുത്തിയെടുക്കാം. ചെറുതായിട്ടെടുക്കാം. അത് കറിയിലോട്ട് ഇടേണ്ടതാണ്. ഓക്കെ, ചെറിയ ചെറിയ പീസാക്കി ഞാൻ എല്ലാം ചെറുതാക്കി ഉതിർത്തെടുത്തു. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന സവോള ഇതിലിട്ട് വഴറ്റാം. കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ചീരകം ഒക്കെ കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില, മുളക് പൊടി ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പച്ചമുളക് ഓൾറെഡി ചതച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾ ചേർക്കാം. ഇനി തക്കാളിയും കൂടി ഇട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റുക. തക്കാളി ഇട്ട് നന്നായി ഒന്ന് മിക്സായി വരുമ്പോൾ നന്നായി ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് നാളികേരം, പെരിഞ്ചീരകം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ വേവിച്ച ഗ്രീൻ പീസ് അതിലോട്ട് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി അതിന് ശേഷം ഈ അരച്ച ഈ നാളികേരം, പെരിഞ്ചീരകം ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് മഞ്ഞൾ, പിന്നെ ആവശ്യാനുസരണം ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി ഒന്ന് ഒരു 2 തിള ചെറുതായിട്ട് തിള വരുന്ന വരെ വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് ആ നമ്മൾ കടലപ്പരിപ്പ് ഉതിർത്തി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ടിട്ട് ഒക്കെ നന്നായി മിക്സാക്കി വീണ്ടും ഒരു തിള വരണം കേട്ടോ. വന്നതിന് ശേഷം നമുക്ക് ഈ മല്ലിയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മളെ കറി റെഡി ആയില്ല. ഇത് എന്തിൻ്റെ കൂടെ, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല സൂപ്പറാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.